പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടിക്ക് ഫ്രീ ആണ്, അമ്മയ്ക്ക് ഫ്രീ ആകണമെങ്കിൽ ഒന്ന് ലേഹ്യം തൊട്ടിട്ടില്ല, ഒരു സാധനം ഞാൻ തിന്നിട്ടില്ല. അതിന് ഞാൻ അഹങ്കാരമായിട്ട് ഞാൻ പറയുന്നതല്ല, ഇനി ഒരിക്കലും ഞാൻ പ്രസവിക്കില്ല എന്ന് ശപഥം എടുത്തൊരു പ്രശ്നമായിരുന്നു എനിക്ക് ആ ടൈമിൽ. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, നമ്മൾ പേരൻസിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഞാനൊരു ഡോക്ടറിനെ നാട്ടിൽ പോയി കൺസൾട്ട് ചെയ്തിട്ട്, അതായത് ഫോളിക് ആസിഡ്. ഹായ് ഫ്രണ്ട്സ്, അബീസിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യണത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടാണ്. കാര്യം നമുക്ക് ഈ ഇടയായിട്ട് ഒത്തിരി ഫോൺ കോൾസ് ആണെങ്കിലും ഇൻസ്റ്റയിൽ മെസ്സേജ് വൈഫിന് വരാറുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കും. നമ്മൾ ഇന്ന് എൻ്റെ പ്രഗ്നൻസി ജേർണി, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീക്ക്, ആ ഒരു ജേർണിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ 12 വീക്ക് ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൺസീവ് ആയെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ടൈമിലാണ് ഇത് അറിയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലോട്ട് വിളിച്ചു, യൂണിവേഴ്സിറ്റി നമുക്കൊരു നമ്പർ തന്നു. അതായത് നമ്മുടെ GPനെ വിളിച്ച് നമ്മുടെ കാര്യം പറയുക. ഒരു ഫസ്റ്റ് ആണ് നമ്മളോട് ചോദിക്കും, ഇതൊരു ഹാപ്പി ന്യൂസ് ആണോ ചോദിക്കും. അപ്പം നമ്മൾ പ്രഗ്നൻസി പ്രൊസീഡ് ചെയ്യുക അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ വേറൊരു ഡയറക്ഷനിലോട്ടാണ് നമ്മളെ വിടുന്നത്. ഇൻ കേസ് നമുക്കറിയാലോ, കുറേ പേർക്ക് ഇപ്പം അൺപ്ലാൻഡ് ആയിട്ടൊക്കെ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അത് വേണ്ട, അങ്ങനെ ചിലവർക്ക് തോന്നുന്നതിലുണ്ടാവും. അപ്പോൾ അവർക്ക് വേറൊരു രീതിയിലാണ് എല്ലാ പ്രൊസീജിയറും പോകുന്നത്. അപ്പം നമ്മുടെ ഗുഡ് ന്യൂസ് ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ GPനോട് പറഞ്ഞു. അപ്പം നമുക്കൊരു അപ്പോയിൻമെൻറ്റ് അവർ പറഞ്ഞു. ഈ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ആ അപ്പോയിൻമെൻറ്റ് വരെ നമ്മൾ കുറച്ച് നാൾ ക്ഷമിച്ചിരിക്കണം. അതുവരെയാണ്, അല്ല, ആ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾക്ക് കൺഫേം ആയിട്ട് പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത്. അല്ല നാട്ടിലെ പോലെ ഒരു ലാബിലോട്ട് പോയി നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സ്കാനിങ് വരെ നമ്മൾ ഒരു അൺഷുവർ ആണ്, ഇത് ശരിക്കും ഉള്ളതാണോ. അത് ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആകുന്നവർക്കൊക്കെ അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷേ ഇവിടുത്തെ പ്രൊസീജിയർ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്താണ് ഇവിടെ പ്രഗ്നൻസി സ്ഥിരീകരിക്കുന്നത്. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റിൽ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് അവർ നമുക്ക് ജസ്റ്റ് ഒരു ചെക്കപ്പാണ്. നമ്മുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കും. പേരൻസിൻ്റെ ഹിസ്റ്ററി, എന്തെങ്കിലും ഡയബറ്റിക്സ് ആയിട്ട് വല്ല ഹിസ്റ്ററി ഉണ്ടോ, ഹാർട്ട് പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടോ, അതായത് നമുക്ക് ജനറ്റിക്കലി വരാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കുഞ്ഞിലോട്ട് ജനറ്റിക്കലി പോവുമോ അങ്ങനെയൊക്കെ അറിയാനായിട്ട്, അതായത് ഹെറിറ്ററി ആയിട്ട് വല്ല ഡിസീസ് ഉണ്ടോ അങ്ങനെയൊക്കെ അറിയാനായിട്ട് കുറച്ച് ബാക്ക് ചെക്കപ്പ് ഒക്കെ നടത്തും. ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഡോക്ടേഴ്സിനെ അല്ല കാണുന്നത്. ത്രൂ ഔട്ട് പ്രഗ്നൻസി നമ്മളൊരു മിഡ്വൈഫിനെ മാത്രമാണ്, ഒരാളല്ല, പല സമയത്ത് ചിലപ്പോൾ പലരെ ആയിരിക്കും നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഡോക്ടറെ കാണുക എന്നുള്ളത് അത്ര എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുള്ളൂ. എൻ്റെ കേസിൽ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഞാൻ ഡോക്ടറിനെ കണ്ടിട്ടില്ല. ഒൺലി മിഡ്വൈഫുമായിട്ടുള്ള മീറ്റിംഗ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഡയബറ്റിക് ഹിസ്റ്ററി ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഫസ്റ്റ് ചെക്കപ്പ് തന്നെ ചെന്ന് കഴിയുമ്പോൾ ഇവർ നമ്മളോട് പറയും, ഒന്നെങ്കിൽ ബൂട്ട്സ് അല്ലെങ്കിൽ ടെസ്കോ അതുപോലെയുള്ള ഏതെങ്കിലും ഫാർമസിയിൽ നിന്നും നിങ്ങൾക്ക് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ഫോർ പ്രഗ്നൻസി എന്നും പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടുമെന്ന്. എൻ്റെ അഭിപ്രായം എന്നല്ല, ഞാൻ ഒരു 4 months കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായി. അവിടുത്തെ ഡോക്ടറിനെ പോയി വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഈ 4 മാസമായിട്ട് ഞാൻ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് UK-ലാണ് ഞാനുള്ളത്. അപ്പം അവിടെ നിന്ന് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് എനിക്ക് തന്നത്, അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഏഷ്യൻ സിവിലൈസേഷൻ ആണ് നമ്മളത്. നമ്മുടെ ശരീരത്തിൽ ഫോളിക് ആസിഡ് അല്ലെങ്കിൽ അയണിൻ്റെ അളവും കാൽഷ്യത്തിൻ്റെ അളവും ഒക്കെ പ്രഗ്നൻസി ടൈമിൽ വളരെയധികം ആവശ്യമാകുന്നതാണ്. നമ്മുടെ സിവിലൈസേഷൻ അനുസരിച്ച് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ സപ്ലിമെൻ്റ് ആയിട്ട് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ കുട്ടിക്കും അതിൻ്റെതായ വളർച്ച ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഞാനൊരു ഡോക്ടറിനെ നാട്ടിൽ പോയി കൺസൾട്ട് ചെയ്തിട്ട് കിട്ടിയൊരു അറിവാണ്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ, തിരിച്ചു പോകുന്ന ടൈമിലേക്ക് ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ടൊരു 1 month അല്ലെങ്കിൽ 2 monthലേക്കും കൂടെ ചേർത്ത് ഞാൻ മരുന്ന് മേടിച്ചിട്ടാണ് വന്നത്. അതായത് ഫോളിക് ആസിഡ്, കാൽഷ്യം, ഈ 2 സാധനം നമ്മൾ ഡെയിലി അറ്റ് എ ടൈം കഴിക്കരുത്. രാവിലെ ഒരെണ്ണം കഴിക്കുവാണെങ്കിൽ വൈകുന്നേരം വേണം, രാവിലെ കാൽഷ്യം കഴിക്കുവാണെങ്കിൽ വൈകിട്ട് വേണം ഫോളിക് ആസിഡ് കഴിക്കാൻ. അങ്ങനെ കഴിച്ചു വേണം നമ്മൾ നിൽക്കാനായിട്ട്. കാര്യം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അളവ് ഈ ടൈമിൽ വളരെയധികം കൂടുതൽ വേണം. ഇവിടെയുള്ളവരെന്ന് പറയുമ്പോൾ അവരുടെ ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ അവർ പാരമ്പര്യമായിട്ട് അവരുടെ ശരീരത്തിൽ ഇത് കാണും. ചിലപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചറിൻ്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെയോ ഒക്കെ ആവാം അവരിത് മാത്രം കഴിക്കുന്നത്. പക്ഷേ ആ രീതിയിൽ നമ്മൾ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. UK-ലെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്കാനിങ് ഓൾമോസ്റ്റ് ജനറലി എല്ലാവർക്കും കൊടുക്കുന്നത് 3-ാമത്തെ മാസമാണ്, അതായത് 12 weeks ആകുമ്പോഴാണ് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ഏകദേശം സൈക്കിൾ അനുസരിച്ച് അവർ 12 വീക്ക് എപ്പോഴാണ് ആകുന്നത് ആ ഒരു ടൈമിലേക്കാണ് നമുക്ക് ഫസ്റ്റ് സ്കാനിങ് അവർ പറയാം. അപ്പോൾ ഈ സ്കാനിങ്ങിൻ്റെ ടൈമിൽ മാത്രം, ഈ സ്കാനിങ്ങിൻ്റെ ടൈമിലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വയറ്റിൽ കുട്ടിയുണ്ട്, അതായത് ഒരു കൺഫർമേഷൻ നമുക്ക് വരുന്നത്. അതിന് മുന്നേ ഇവിടെ വേറൊരു ടെസ്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് നമ്മളായിട്ട് ചെയ്യുന്ന ആ ടെസ്റ്റിൻ്റെ ബലത്തിലാണ് നമ്മൾ അത്രയും നാൾ മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഒരു 3 months ആയി, ഇനി നമുക്കൊരു 6 months കൂടെ മുന്നോട്ട് പോകും എന്താണെങ്കിലും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ 3 months ആകുന്ന ടൈമിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ പേരൻസിനെ ആരെങ്കിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പതിയെ ചെയ്തു തുടങ്ങാം. അതായത് നമ്മുടെ മിഡ് വൈഫിനോടോ, ഒന്നെങ്കിൽ നാട്ടിലാ പോയി പ്രസവിക്കുന്നതെങ്കിൽ അത് അത്രയും വലിയ സീനില്ല, ഒരു 7 മാസമൊക്കെ കഴിയുമ്പോൾ മെറ്റേണിറ്റി ലീവ് എന്നൊക്കെ പറയുന്നത് കിട്ടും. അല്ലാതെ നമ്മൾ നേരത്തെ തന്നെ പേരൻസിനെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ഇടേണ്ട പൈസയും, അത് നമ്മൾ ഓൾറെഡി പേരൻസിനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മിഡ് വൈഫിനോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, നമ്മൾ പേരൻസിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പം നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നമ്മുടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പേരൻസ് വേണം എന്ന് മിഡ് വൈഫ് നമുക്ക് ഒരു ലെറ്റർ ആയിട്ട് എഴുതി തരും. എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സിന് അവർ ഈ കാര്യമൊന്നും ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് തന്നെ കുറേ അപ്പം നമ്മൾ വിസയ്ക്ക് കൊടുക്കുമ്പോൾ ഇതുകൂടെ ചേർത്ത് വെക്കുവാണെങ്കിൽ എനിക്ക് നമ്മുടെ കഴിഞ്ഞിട്ട് 2-3 പേർക്ക് പേരൻസിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. മാക്സിമം നിങ്ങൾ വിസയ്ക്ക് വെക്കുമ്പോൾ ഒരു ഹെൽത്ത് പ്രൊഫഷണലായ നമ്മുടെ മിഡ് വൈഫിൻ്റെ സീലോട് കൂടി ഒരു ലെറ്ററും കൂടെ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കാം. ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് അൽഹംദുലില്ലാ കിട്ടി, അതാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. പഴയ നമ്മൾ ചെയ്ത പ്രഗ്നൻസി വീഡിയോയുടെ അടിയിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായി. അപ്പം അതിന് നമ്മൾ കുറേതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടോ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാട്ടോ കുറച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് NHSൽ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിരുന്നോ എന്ന്. 1 രൂപ പോലും നമുക്ക് ഇവിടുന്ന് ചിലവായിട്ടില്ല, ഫുള്ളി ഫണ്ടഡ് ആണ്. നമുക്ക് യാതൊരു വിധത്തിൽ നമുക്കോ നമ്മുടെ കുഞ്ഞിനോ ഒരു രീതിയിലുള്ള ചിലവുകളും നമുക്കിവിടെ ഉണ്ടായിട്ടില്ല. നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് പ്രഗ്നൻസി, അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ചിലവുകൾ. പക്ഷേ ഇവിടെ അത് 100% ഫ്രീ ആണ്. നൈറ്റ് ടൈമിൽ നമുക്ക് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ടൈമിൽ നമുക്ക് ആരെങ്കിലും അക്കമ്പനി ചെയ്യിക്കാൻ പറ്റും. 9 o'clock വരെ നമ്മുടെ കൂടെ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടിയും മാത്രമായിരിക്കണം. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വെളിയിലെത്തി കഴിയുമ്പോൾ തന്നെ അവർ പറയും ഒരു 3 or 4 hours കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ ഒരു ദിവസം അവിടെ കിടന്ന് നമുക്കും നമ്മുടെ കുഞ്ഞിനും വേറൊരു കുഴപ്പമില്ലാന്ന് നമുക്കും ഒരു സമാധാനം അവിടെ നിൽക്കുമ്പോഴാണ്. കാര്യം എന്താ ഒരു ആവശ്യത്തിനും ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, അങ്ങനെ നമുക്ക് വിളിക്കാമല്ലോ. അപ്പം അത് കാരണം ഒരു ഡേ അവിടെ കിടക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ കിടക്കുവാണെങ്കിൽ നമ്മളെ മാത്രമേ നിർത്തുള്ളൂ, നമ്മുടെ കുഞ്ഞും മാത്രമേ കാണത്തുള്ളൂ. ആ സിറ്റിസൺഷിപ്പ് ഓഫ് ദി ബേബി ആയിരുന്നു. അപ്പം സിറ്റിസൺഷിപ്പ് ചിലവരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ നമ്മൾ UK പ്രഗ്നൻ്റ് ആയി UK തന്നെ ഡെലിവറി ആയി കഴിയുമ്പോൾ കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി UK സിറ്റിസൺഷിപ്പ് കിട്ടുമെന്നാണ്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. സിറ്റിസൺഷിപ്പ് കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഐദർ ഓഫ് ദി പേരൻറ്റ്, ഒന്നെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് ആർക്കെങ്കിലും PR ഉണ്ടായിരിക്കണം. അങ്ങനെ PR ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെത് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി UK സിറ്റിസൺഷിപ്പിലോട്ട് മാറും. അല്ലാത്ത പക്ഷം സാധാ നമ്മൾ ഏതാണ് ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ആ സിറ്റിസൺഷിപ്പ് തന്നെയായിരിക്കും കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കാനിങ്ങും അപ്പോയിൻമെൻറ്റും ഒക്കെ നമ്മളായിട്ട് ബുക്ക് ചെയ്യണോ അതോ അവർ തന്നെ തരുവാണോ? ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അവരെ അറിയിച്ചു കഴിയുമ്പോൾ അവരൊരു ചാർട്ടഡ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ ചാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു ബുക്ക് അവർ തരും, ഒരു പ്രഗ്നൻസി മെറ്റേണിറ്റി ബുക്ക് എന്നും പറഞ്ഞിട്ട്. അതിലപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് ഇനിയും വരാൻ പോകുന്ന ഒരു അപ്പോയിൻമെൻറ്റ്, എത്ര ആഴ്ച അല്ലെങ്കിൽ എത്ര മാസം ഇടവിട്ടാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് വരുന്നത്, ഏതൊക്കെ മാസത്തിലാണ് നമുക്ക് ഒരു നോർമൽ പ്രഗ്നൻസി, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിൽ മാക്സിമം 2 അല്ലെങ്കിൽ 3, അതിൽ കൂടുതൽ സ്കാനിങ് അവർ തരത്തില്ല. നാട്ടിൽ എന്ന് പറയുമ്പോൾ നാട്ടിലും ഡെലിവറി കഴിഞ്ഞ ഒരാളാണ്, ഇവിടെയും ഡെലിവറി കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് എനിക്ക് എൻ്റെ കമ്പാരിസൺ അറിയാം. അപ്പം നാട്ടിൽ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് പ്രഗ്നൻസി എനിക്ക് തോന്നുന്നൊരു 8-9 സ്കാനിങ് മിനിമം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഓർമ്മയിൽ. നോർമൽ പ്രഗ്നൻസി ആയിരുന്നു, അതും C-section ഒന്നുമല്ല, നോർമലായിരുന്നു. ഇവിടെയും നോർമലായിരുന്നു. പക്ഷേ ഇവിടെ 2 സ്കാനിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കാനിങ് എന്ന് പറയുന്നത് ഒന്ന് 3-ാം മാസവും ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് അനോമലി സ്കാനിങ് എന്നും പറഞ്ഞ് 5 കഴിഞ്ഞ് 6 സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അനോമലി സ്കാനിങ് ചെയ്തു. വേറെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഫുള്ള് നമുക്ക് ചെക്കപ്പാണ്, നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ജസ്റ്റ് മിഡ് വൈഫ് ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് അതുപോലത്തെ ടെസ്റ്റുകളൊക്കെ നോർമലി നാട്ടിൽ നടക്കുന്ന പോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. നമ്മളെപ്പം പ്രഗ്നൻ്റ് ആകുന്നോ അപ്പം മുതൽ നമ്മുടെ എല്ലാ മരുന്നുകളും, നമുക്ക് വരുന്ന പ്രിസ്ക്രിപ്ഷൻസും മരുന്നുകളും എല്ലാം നമുക്ക് ഫ്രീ ആണ്. നമ്മുടെ കുഞ്ഞിന് 1 വയസ്സാകുന്ന വരെ കുഞ്ഞിനും അമ്മയ്ക്കും ഉള്ള എല്ലാ മെഡിസിൻസും, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമല്ല എല്ലാ മെഡിസിൻസും ഫ്രീ ആണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടിക്ക് ഫ്രീ ആണ്, അമ്മയ്ക്ക് ഫ്രീ ആകണമെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്നറിയുന്ന ടൈമിൽ തന്നെ നമ്മൾ മിഡ് വൈഫ് ത്രൂ നമുക്ക്
പ്രഗ്നൻസി എക്സംഷൻ ലെറ്റർ ഉണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കുക, എല്ലാം ഓൺലൈൻ ത്രൂ ആണ്. അത് നമ്മുടെ മിഡ്വൈഫ് നമ്മളെ അസിസ്റ്റ് ചെയ്തോളും. ആ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രിസ്ക്രിപ്ഷനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ഈ ലെറ്റർ അപേക്ഷിച്ചില്ല, നിങ്ങൾക്ക് അത് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുക, ഇത് നമ്മൾ അവരെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഫ്രീ ആണെന്നും പറഞ്ഞ് മെഡിക്കൽ എക്സംഷൻ ലെറ്റർ ഇല്ലാതെ നമ്മൾ പക്ഷേ നമുക്കിതൊരു ലെറ്റർ ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് വേണം എന്നും പറഞ്ഞ് അവരുടെ നിന്ന് മേടിച്ചു. ഇത് കഴിഞ്ഞിട്ട് അവരെന്തേലും ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ലെറ്റർ ഇല്ലയെന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 100 pounds പ്ലസ് നമ്മൾ എത്ര മെഡിസിൻ ഏതൊക്കെ വിലയുടെ മേടിച്ചോ ആ വില ഉൾപ്പെടെ നമുക്ക് വലിയൊരു ഫൈൻ നമുക്ക് വരും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോന്ന് വെച്ചാൽ ഇവിടെ ടെസ്റ്റുകളൊക്കെ നമുക്ക് അതായത് നമ്മുടെ അല്ല, കുഞ്ഞിൻ്റെ ടെസ്റ്റുകളൊക്കെ ഫ്രീ ആണോ? എല്ലാ സാധനവും ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഹിയറിംഗ് ടെസ്റ്റ് ഉണ്ടാവും, നമ്മുടെ കണ്ണിൻ്റെ വിഷൻ നോക്കുന്ന ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ്, തൈറോയിഡ് ഉണ്ടോ, അങ്ങനെ പല ഈ കുഞ്ഞിലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന കുറേ ടെസ്റ്റുകളുണ്ട്. അതിൻ്റെ എല്ലാ ടെസ്റ്റും ചെയ്യും. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ, അതായത് കുഞ്ഞുണ്ടായ അന്ന് തന്നെയാണ് പല ടെസ്റ്റുകളും ചെയ്യുന്നത്. പിന്നെ വാക്സിനേഷനും എല്ലാം ഫ്രീ ആണ്. നമുക്ക് ഒരു റെഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തരും. നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വാക്സിനേഷനൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ റെഡ് ബുക്കാണ് ആ കുഞ്ഞ് ഉണ്ടായ അന്ന് മുതൽ ആ കുഞ്ഞൊരു, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 12 വയസ്സ് ആണെന്ന് തോന്നുന്നു വാക്സിനേഷൻ തീരുന്നു, അന്ന് വരെ നമുക്ക് ആ ബുക്ക് യൂസ് ചെയ്യാം. അപ്പം ഈ വാക്സിനേഷൻ ചാർട്ടിൽ അവർ ഇന്ന ഡേറ്റ് പറയും. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജും വരും നിങ്ങളുടെ കൊച്ചിൻ്റെ വാക്സിനേഷൻ. അതായത് ഇപ്പം നമ്മുടെ കുട്ടി ഉണ്ടായിട്ട് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷമായെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വാക്സിനേഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലോട്ട് മെസ്സേജ് വരും, നിങ്ങളുടെ കുട്ടി വാക്സിനേഷൻ ഡ്യൂ ആയിരിക്കുകയാണ്, വിളിച്ച് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാമെന്നും പറഞ്ഞു. കമ്പയറിങ് ചെയ്യുവാണെങ്കിൽ നാട്ടിലത്തെ പ്രഗ്നൻസിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലതായിരുന്നു എനിക്ക് പ്രഗ്നൻസിയൊക്കെ. ഡെലിവറി ആണെങ്കിലും അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു. പക്ഷേ വേറൊരു കാര്യം എന്നോട് ചോദിച്ചത്, നിങ്ങൾ ഈ നാട്ടിലത്തെ പോലെ വേദകുളിയൊക്കെ ഇവിടെ ചെയ്തോ, എങ്ങനെയായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? എൻ്റെ പേരൻസ് ഇവിടെ വന്നിരുന്നു. അവർ ഒരു 2-3 കിലോ മരുന്നുമൊക്കെ ആയിട്ടാണ് വന്നത്. ഞാൻ വന്നപ്പോൾ, അതായത് ഞാൻ എൻ്റെ മൂത്ത കുട്ടീനെ വിളിക്കാനായിട്ട് ഞാൻ 5 months പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ നാട്ടിൽ പോയി. അപ്പം തന്നെ 6 മാസം പ്രഗ്നൻ്റ് ആയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാനും ഒരു 5-6 കിലോ മരുന്നൊക്കെ ആയിട്ട് വന്നു. പക്ഷേ ഇതൊന്നും ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സത്യമായിട്ട് ഞാൻ കുഴമ്പോ അല്ലെങ്കിൽ അരിഷ്ടമോ കഷായമോ ഒന്നും ലേഹ്യം തൊട്ടിട്ടില്ല. ഒരു സാധനം ഞാൻ തിന്നിട്ടില്ല. അതിന് ഞാൻ അഹങ്കാരമായിട്ട് ഞാൻ പറയുന്നതല്ല, പക്ഷെ എനിക്കൊന്നും തിന്നാനുള്ള ഒരു ഉണ്ടായില്ല. ഒന്നാമത് ഇവിടുത്തെ തണുപ്പ്, പല കാലാവസ്ഥയിലെ പ്രശ്നങ്ങൾ, പിന്നെ എല്ലാം കൂടെ വെച്ച് നോക്കിയിട്ട് ഞാൻ കഴിച്ചില്ല. ആദ്യത്തേന് ഞാൻ വളരെയധികം പൊള്ളലോടുകൂടി വേദനിച്ച ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാര്യം എനിക്ക് ശരിക്കും ഇനി ഒരിക്കലും ഞാൻ പ്രസവിക്കില്ല എന്ന് ശപഥം എടുത്തൊരു പ്രശ്നമായിരുന്നു എനിക്ക് ആ ടൈമിൽ. അപ്പോൾ അതുപോലെ ദുരിതം അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അതായത് വേദകുളി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഡെലിവറി അല്ല നമുക്ക് ഏറ്റവും വലിയ വിഷയം, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പോലെ ഭയങ്കര എളുപ്പമായിരിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെക്കാട്ടിലും ഭയങ്കര പാടായിരിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. ബാക്കി ഓരോരുത്തരും യുണീക്കാണല്ലോ, അപ്പോൾ അവരവർക്ക് വരുന്ന അനുഭവം വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന എന്തെങ്കിലും കാര്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എൻ്റെ അറിവ് വെച്ച് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരായിരിക്കാം ഈ വീഡിയോസ് കാണുന്നത്. അപ്പം ഒരു വലിയ കൺഗ്രാറ്റ്സ് പറയുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇറ്റ്സ് മീ ഭീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.